സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 സ്നേഹക്കൂടാരം. റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മുടെ സ്നേഹക്കൂടാരത്തിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വിവാഹ ജീവിതം മനോഹരമാകുന്നത് കൂടെയുള്ള ഒരു ജീവിത സഖിക്ക് തൻ്റെ കുറവുകൾ, താനായിരിക്കുന്ന അവസ്ഥ തുറന്ന് പങ്കുവയ്ക്കാൻ കഴിയുമ്പോഴല്ലേ. അതിനുള്ള ഒരു സാഹചര്യം എപ്രകാരം ഒരു വിവാഹബന്ധത്തിൽ രൂപപ്പെടുത്തിയെടുക്കാം, അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഈ ഷോയിൽ പങ്കെടുക്കുന്ന ദമ്പതികളെ പരിചയപ്പെടാം, തുടർന്ന് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. എന്ത് പേര്? വർഗീസ് തണൽ. വർഗീസ്. ഷൈനി വർഗീസ്. ഷൈനി വർഗീസ്. എത്ര നാളായി വിവാഹിതരായിട്ട്? 26 വർഷം. 26 വർഷം. നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പേര്? അനി ജോസഫ്. അനി ആൻഡ് മഞ്ജു. മഞ്ജു. നിങ്ങൾ വിവാഹിതരായിട്ട് 22 വർഷം അല്ലേ? ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കാനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പേരാ? ഡിജോ സെബാസ്റ്റ്യൻ. ഡിജോ ആൻഡ് റിക്സി ഡിജോ. റിക്സി. എത്ര വർഷം വിവാഹിതരായിട്ട്? 15 വർഷം. 15 വർഷം. നിങ്ങൾക്കും നമ്മുടെ ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ പേര്? അപ്രേം കല്ലേലി. ഷൈനി. അപ്രേം ആൻഡ് ഷൈനി. കൂട്ടുകെട്ട് എത്ര നാളായി? 30 വർഷം. 30 വർഷം. ഓക്കെ. 30 വർഷത്തെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കാനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെയും ഈ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഒരു വിവാഹ ജീവിതത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് രണ്ടു വ്യക്തികളും പരസ്പരം പിന്തുണച്ച് വളരുന്ന ഒരു അനുഭവമാണല്ലോ. ഈ അനുഭവത്തിൽ തന്നെ തുറന്ന് പങ്കുവയ്ക്കാൻ, ഒതൻറ്റിക്കായിട്ട് അവതരിപ്പിക്കാൻ എങ്ങനെ ഒരു സാഹചര്യം വിവാഹത്തിൽ ഒരുക്കാം, നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ കൂടെയുള്ള ദമ്പതികൾക്ക് പറയാനുള്ളത് കേൾക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വെല്ലുവിളി നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ ഒരു പരാജയം, നിങ്ങളുടെ ഒരു കുറവ് അല്ലേ, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പങ്കുവയ്ക്കാൻ, അല്ലെങ്കിൽ തിരിച്ചും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അവരുടെ ഒരു കുറവ് നിങ്ങളുടെ അടുത്ത് തുറന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുമ്പോഴല്ലേ ഈ വിവാഹബന്ധം മനോഹരമാവണത്? തീർച്ചയായിട്ടും അല്ലേ? നിങ്ങൾക്കറിയാം എല്ലാ വിവാഹത്തിലും ഇത് നടക്കുന്നില്ലെന്ന് അല്ലേ. ചിലർ അവരുടെ കുറവുകൾ മറച്ചു വയ്ക്കുക. ഇപ്പോൾ ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് അത് പറയാനുള്ള ഒരു വിശ്വാസമില്ല, അതിനുള്ളൊരു ധൈര്യമില്ല. പറഞ്ഞാൽ വീട്ടിൽ ഭൂകമ്പം ഉണ്ടാവും. അതുകൊണ്ട് അത് മറച്ചു. അതായത് എൻ്റെ കുറവുകൾ, എൻ്റെ ബലഹീനതകൾ, ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യം തുറന്ന് പറയാനായിട്ട് പറ്റാത്തൊരവസ്ഥ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരവസ്ഥ എന്താ? തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കുറവുകളെ. ഇപ്പൊ എന്റെ കുറവിനെ നികത്തുന്നത് അല്ലെങ്കിൽ നിറവുകളാക്കുന്നത് എന്റെ പങ്കാളിയാണ്. അതില് എന്നെ സംബന്ധിച്ച് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് മുൻനിരയിലേക്ക് കയറി വരാന്ന് വെച്ചാൽ എനിക്ക് വളരെ ശോചനയാണ് ഞാൻ. അപ്പൊ അതിന്റെ പേരിൽ മാത്രം ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനാണെങ്കിൽ പങ്കാളിയോട് പറയും. അതെ അതെ, അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു വാട്സപ്പിൽ സാധാരണ നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ വോയിസ് ഒക്കെ നമുക്ക് ആരെങ്കിലും ഇടണമെങ്കിൽ ഞാൻ സാധാരണ ചെയ്യണത് ഒന്നെങ്കിൽ എഴുതി വായിച്ചിട്ട് അങ്ങനെ പറയും.
ഇത് കാണുമ്പോൾ പുള്ളിക്കാരി പറയും ഓ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനപ്പോ അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം സ്വീകരിക്കുന്നത് ഒന്ന് പറഞ്ഞ് ആളുടെ കയ്യിൽ കൊടുക്കും. ആളെ കൊണ്ടാണ് ഞാൻ മിക്കവാറും തന്നെ ഗ്രൂപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ മെസ്സേജുകളൊക്കെ ആളെ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞ് അത് കൃത്യമായിട്ട് നമ്മളുടെ ആശയം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പുള്ളിക്കാരി കഴിയും. അതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പുള്ളിക്കാരി. അല്ല അപ്പൊ അപ്പുറമേട്ട് നമ്മുടെ ഒരു കുറവ്, അതായത് നമുക്കിങ്ങനെ സംസാരിക്കാനുള്ള ഒരു കഴിവ് കുറവാണ് എന്ന് നമ്മൾ മനസ്സിലായി അല്ലേ? ഈ കഴിവ് കുറവിനെ ഭാര്യയുടെ അടുത്ത് നമ്മൾ സംസാരിച്ച് അവതരിപ്പിക്കുകയാണ് അല്ലേ? എനിക്കിങ്ങനെ ഒരു കുറവുണ്ട് എന്ന് പറയാം, നീ അതൊന്ന് പരിഹരിച്ച് തരണം അല്ലേ, നീ അതിനെ മേക്കപ്പ് ചെയ്യണം എന്ന് നമ്മൾ പറയാം അല്ലേ? അങ്ങനെ പറഞ്ഞു എന്നല്ലേ പറയണത്? അങ്ങനെ പറയാനായിട്ട് അപ്പം നമ്മൾ പറയുമ്പോൾ അങ്ങനെ ചെറുതായി പോവല്ലേ? അത് പലപ്പോഴും ഞാൻ ചീറ്റി പോയിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങൾ. ഇത് നമ്മൾ ചീറ്റിപ്പോയ ഈ പടക്കം പൊട്ടിക്കണ സമയത്ത് നമ്മൾ വിടുന്ന സമയത്ത് എന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമുക്ക് അവതരിപ്പിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പങ്കാളിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനപ്പോ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് യൂണിറ്റ് മീറ്റിങ്ങുകളിൽ നമുക്ക് ഇങ്ങനെ സംസാരിച്ചിട്ട് ചിലപ്പോഴൊക്കെ നമുക്കത് വേണ്ടത്ര പോലെ അവതരിപ്പിക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഒരു പക്ഷേ അങ്ങനെ ഒരു പരാജയമായി നിന്നിട്ടുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പരാജയം, നമ്മൾ അങ്ങനെ ഒരു കുറവ് നമ്മുടെ ഭാര്യയുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഇൽഫീല്, അതായത് നമ്മളൊരു ചെറുതായി പോണ ഒരു ഫീൽ വരുമോ? അതങ്ങനെയില്ല. ഞാൻ എൻ്റെ പങ്കാളിയെ വളർത്താൻ എൻ്റെ ആണല്ലോ, എൻ്റെ പങ്കാളി എന്നിൽ കൂടി വളരാണല്ലോ. ആൾക്ക് ഞാൻ ഒരു അംഗീകാരം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പങ്കാളി എന്നിലൂടെ വളരെയാണ്. അല്ല, അതുവഴി ആ പങ്കാളി മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, താങ്കൾക്ക് ഈ കാര്യത്തില് അത് അല്ലേ അത് വലിയൊരു ഒരു കഴിവില്ലാത്ത ഒരാളാണ് എന്ന് മനസ്സിലാവണം. പക്ഷേ അത് പല കാര്യങ്ങളിലും ചിലത് എനിക്ക് പോസിറ്റീവായിട്ടുള്ളത് ഇതുപോലെ തന്നെ എന്നെ വളർത്തുന്നുണ്ട്, ബാലൻസ് ചെയ്യുന്നുണ്ട്. ആദ്യം ചില കുറവുണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ല, ആൾക്കുള്ള കുറവുകളെ എനിക്ക് നിറവുകളായതുകൊണ്ട് എനിക്ക് എന്നെ കൊണ്ട് എനിക്ക് ബാലൻസ്ഡ് ആണ്. അപ്പൊ എനിക്ക് വേറെ ചില നന്മകൾ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഈ കുറവ് ഞാൻ ഭാര്യയുടെ അടുത്ത് പറഞ്ഞാലും ശരി, ഞാൻ അത്ര മോശക്കാരനാവൂല എന്നൊരു ചിന്ത ഉണ്ട്. അതാണോ? അത് അങ്ങനെ തന്നെയാണ്. അതെ അല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്ത് തോന്നുന്നു ഈ ഷൈൻ ചേച്ചി? അതെ, എനിക്കും ഇതുപോലെ വേദിയിൽ എന്തെങ്കിലും സംസാരം നമുക്കൊരു ശീലമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു ശീലമില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് വന്ന കാലഘട്ടം മുതല് ആളെന്നെ സപ്പോർട്ട് ചെയ്യും, നിനക്കതിന് കഴിയും എന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് കുറച്ചും കൂടി ഇത് ചെയ്യാനായിട്ട് ആള് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും അപ്പൊ തിരിച്ചൊരു ചോദ്യം അപ്രേമിനോട് ചോദിച്ചിട്ടുണ്ടോ, നീ ചേട്ടന് പറ്റാത്ത കാര്യം എന്നോട് പറഞ്ഞ എന്തിനാണ്? ഇല്ല, അങ്ങനെ ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളും ആളത് കേൾക്കുകയും ആളത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആള് പറയുന്ന കാര്യങ്ങള് ശരിക്കും ഒരു പുരുഷൻ എന്ന് പറഞ്ഞാലല്ലേ ഈ പുരുഷൻ ഈ കാര്യത്തിലൊക്കെ കൂടുതൽ ഇതൊരു ഒരു ഒരു കഴിവ് വേണ്ട ആളല്ലേ? അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ കഴിവുണ്ടാവണമെന്നില്ലല്ലോ. എന്നാലും ഒരു പുരുഷൻ എന്ന നിലയിൽ ഒരു സ്ത്രീയേക്കാൾ കഴിവ് വേണ്ടേ ഒരു പബ്ലിക് സ്പീക്കിങ്ങിന്? അല്ല, അത് വേണ്ടേ? അങ്ങനെ അതുപോലും ഇല്ലാത്ത ഒരാളാണ് ഭർത്താവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇല്ല, നമ്മൾക്കും കുറവുണ്ട്, ആൾക്കും കുറവുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളും പെർഫെക്റ്റ് അല്ലല്ലേ? അപ്പൊ ഇയാള് പെർഫെക്റ്റ് അല്ലെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമല്ലേ? അപ്പൊ നിങ്ങൾക്കത് അങ്ങനെ ഇങ്ങനെ പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചു. ഞാൻ അതിലേക്ക് വീണ്ടും പറയാം കേട്ടോ, അതിനകത്തേക്ക് വരാം. എങ്ങനെയാ ഡിജോ 15 വർഷ ജീവിതത്തിനിടയിലേ എങ്ങനെയാ നിങ്ങൾക്ക് അങ്ങനെ കുറവുകളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടോ? 2014 വെച്ച് എൻ്റെ ഒരു 8 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ജോലി ഒരു ദിവസം എനിക്കൊരു ചെറിയൊരു എൻ്റെ കുറച്ച് ഈഗോന്റെ പുറത്ത് ഞാനത് റിസൈൻ ചെയ്ത് പോന്നു. പക്ഷെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടായ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ റിക്സിക്ക് ജോലിയുണ്ട്, പക്ഷെ അതിനേക്കാളും വലിയ ജോലിയിലൊക്കെ നിന്നൊരാൾ ജോലിയും കളഞ്ഞ് നാളെ എന്താന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞ് കാര്യം പറയാൻ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ വിഷമം പറഞ്ഞപ്പോൾ റിക്സി എന്നോട് പറഞ്ഞൊരു കാര്യം, അത് കുഴപ്പമില്ല, നമുക്കത് മേക്കപ്പ് ചെയ്യാം. പക്ഷെ അതിനുശേഷം പിന്നീട് എന്ത് കാര്യത്തിനും എന്നൊരു കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞാലും എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ പറയും എൻ്റെ കൂടെ കട്ടയ്ക്ക് കൂടെ വെക്കും, അതുകൊണ്ട് നല്ല ധൈര്യം. അതായത് ആളേക്കാൾ നല്ലൊരു ജോലി നമുക്കുണ്ടായിരുന്നു, നമ്മുടെ ജോലിയും പോയി, നമ്മൾ റിസൈൻ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആളെ എങ്ങനെ എടുക്കും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട്. കാരണം ഭയങ്കര വിഷമം പറഞ്ഞ പോലെ നമുക്ക് മുമ്പിൽ നിൽക്കാൻ ഭയങ്കര ഒരു ജാള്യത ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പോകുന്ന ആള് നാളെ പ്രത്യേകിച്ച് എങ്ങും പോകാനില്ല. അതെ അതെ, അതില്ലാത്തൊരവസ്ഥ നമ്മുടെ ഒരു അസ്തിത്വത്തെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല പൊതുവെ സ്ത്രീകൾക്ക് ജോലിയില്ലാത്ത പുരുഷന്മാരെ അത്ര വലിയ ഒരു ബഹുമാനം ഉണ്ടാവില്ല. കാരണം വീടിന്റെ വണ്ടിയുടെ EMI ഉണ്ട്, പിറ്റത്തെ മാസം ആള് കനിഞ്ഞാൽ മാത്രമേ അത് അടയ്ക്കുള്ളൂ, അല്ലെങ്കിൽ ആള് കനിഞ്ഞ് കഴിയുമ്പോൾ ആൾക്ക് ചെറിയൊരു ഞാനാണ് കുടുംബം നടത്തണേന്നുള്ളൊരു തോന്നല് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഒരു ജാള്യത നമുക്ക് തോന്നിയിരുന്നു അല്ലേ? എന്നാലും ഭാര്യയുടെ അടുത്ത് പോയി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് പറയാൻ പ്രേരിപ്പിച്ച് പിറ്റേ ദിവസം എന്തായാലും അവൾ അറിയും. അപ്പോൾ പിന്നെ ഞാൻ തലേദിവസം എന്റെ ടെൻഷനൊന്നും ഷെയർ ചെയ്താൽ അല്ലെങ്കിൽ എനിക്കെന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല.
അത് ശരി ശരി. അപ്പൊ ആളുടെ അടുത്ത് എന്ത് വന്നാലും ശരി ഒന്ന് പറയാന്ന് തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചു. അല്ലേ? അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആളെ എങ്ങനെ എടുക്കുമെന്നതിനെ കുറിച്ച് ഒരു ആശങ്ക നമ്മുടെ ഉള്ളിലുണ്ട്. പൂർണ്ണമായ ഒരു ഉറപ്പില്ല ആളെങ്ങനെ പ്രതികരിക്കുമെന്ന്. ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം എന്റെ പഴയ സ്വഭാവം വെച്ചിട്ട് ചിലപ്പോൾ ആളെന്നെ കളിയാക്കുന്ന പ്രതീക്ഷ ഞാൻ വന്നേ. കളിയാക്കുന്ന പ്രതീക്ഷയാണ് വന്നത് അല്ലേ? എന്നാലും നമ്മൾ തുറന്ന് പങ്കുവെച്ചു. ഓക്കെ. അപ്പോൾ ഭാര്യയുടെ ഭാഗത്തുനിന്ന് അത് സാരിലേനെ ഒരു ആശ്വസിപ്പിച്ച് കൂടെ നിന്നു അല്ലേ? അതിന് പ്രേരിപ്പിച്ച കാര്യം എന്താന്നറിയില്ല, ആ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഒന്നും തോന്നിയില്ല. അതെ. ഡിജോ വന്നിങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, അപ്പൊ നമുക്ക് അടുത്ത ജോലി നോക്കാന്ന് പറഞ്ഞല്ലേ? അത്രേ ഉള്ളൂ. അതിനുവേണ്ടി വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അതെ 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 അതെ. പക്ഷെ ആൾക്ക് ചെറിയൊരു ജാള്യത ഉണ്ടായിരുന്നു ഭാര്യയുടെ അടുത്ത് പറയാനായിട്ട്. അത് ഭാര്യക്ക് തോന്നിയായിരുന്നോ? എനിക്കങ്ങനെ തോന്നിയില്ല, ആൾ തമാശ പറയണ പോലെ തോന്നിയേ. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഉള്ളതാണോ? അതേടി, ഇനി നാളോടെയും പണിയൊന്നുമില്ല. ജാളിത മറയ്ക്കാൻ വേണ്ടി ഒരു തമാശ രൂപത്തിൽ അവതരിപ്പിച്ച്. അപ്പൊ നമുക്ക് അത്ര ഫീൽ ചെയ്തില്ല. പിന്നെ എന്താ പറയാ, എനിക്ക് ആ സമയത്ത് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഒരു ഡിജോനെ കുറ്റപ്പെടുത്താനോ ഒന്നിനും എനിക്ക് തോന്നിയുമില്ല കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഇതുപോലെ ഈ റിക്സിയുടെ ജീവിതത്തിൽ ഇത് വന്നു കഴിഞ്ഞാല് അങ്ങനെ ആളുടെ അടുത്ത് വന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം വന്നു അല്ലെങ്കിൽ ഒരു അബദ്ധം വന്നു? അതുണ്ട്. കാരണം ഞാനിപ്പോ ബിസിനസ്സാണ് ചെയ്യണത്. അപ്പോ ഞാൻ മാത്സിൽ വളരെ വീക്കാണ്. അപ്പൊ ആ മാത്സിൽ വീക്കുള്ള ആള് ബിസിനസ് ചെയ്യുമ്പോൾ അത് എന്തോരം ഡെവലപ്പ് ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ ഡിജോനോട് മുൻകൂട്ടി പറഞ്ഞു, ഈ കണക്ക് കാര്യങ്ങളെല്ലാം എന്നെ സഹായിക്കണം, ഞാൻ അതില് അട്ടർ ഫെയിലിയർ ആണ്. അതുകൊണ്ട് എന്നെ ഡിജോ ഹെൽപ്പ് ചെയ്യുന്നോണ്ട് എന്റെ ബിസിനസ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകണം. അതെനിക്ക് ഡിജോനോട് ഇപ്പൊ എനിക്ക് ഇതില് ഇല്ല, എനിക്ക് അങ്ങനെ ഈഗോ തോന്നിയിട്ടില്ല. ഇത് തോന്നാത്ത എന്താണെന്നാണ് എന്റെ ചോദ്യം. ശരിക്കും തോന്നണ്ടല്ലേ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ? നമ്മൾ നമ്മുടെ കുറവല്ലേ പറയണത്? അത്രയും സ്നേഹത്തിലുള്ളതുകൊണ്ടായിരിക്കാം. അതായത് എന്നെ വിധിക്കൂല അല്ലേ, എന്നെ മോശമായി കാണൂല, വഴക്ക് പറയാണ്ടൊന്നിരിക്കില്ല. പക്ഷെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് എനിക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലേ? അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. കട തുടങ്ങിയ കാലഘട്ടത്തില് ഈ നമ്മുടെ കന്നാസുകൾ ഓർഡർ ചെയ്യും. അപ്പോൾ ഞാൻ ഓരോ കന്നാസും 12 എണ്ണം വീതം ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് അവര് അവിടുന്ന് പാക്ക് ചെയ്യുന്ന സമയത്ത് വിളിച്ചപ്പോൾ റിക്സിയ ഫോൺ എടുത്തേ. അപ്പൊ ഓരോന്നും ഓരോ ലോട്ടല്ലേ എന്ന് വെച്ചു. ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 12 എണ്ണത്തിന്റെ 12 എണ്ണാണ്. അങ്ങനെ 10 1/2 ലിറ്റർ തൊട്ട് 10 ലിറ്ററുള്ള കന്നാസ്. ഇവര് വന്നേക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ലോറി വന്നേക്കുക. എന്റെ കട ആകെ 250 സ്ക്വയർ ഫീറ്റ് ഉള്ളു. ഇവളുടെ എന്താ പറയാ, റിക്സി കടയിൽ നിന്ന് ഇറങ്ങി എന്നോട് പറഞ്ഞത്, ഞാൻ അവിടെ നിന്ന് പോയി ചാലക്കുടി പോയി ചാടണമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അപ്പച്ചൻ ചീത്ത പറയും, എല്ലാവരും ചീത്ത പറയും. കണക്കിൽ വീക്കാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ല. തീർച്ചയായിട്ടും. പക്ഷേ അവളെന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പൊ ഞാൻ വർക്ക് ഫ്രം ഹോം ആണെന്ന്. അപ്പോ ഞാൻ ബിസിനസ് അവള് നോക്കുന്നു. ഞാൻ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കും, ഞാൻ പാണ്ട് വരാന്ന് പറഞ്ഞു. ഞാൻ ആ ചേട്ടനോട് അവിടെ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, എന്തായാലും എന്റെ കടയിൽ ഇറക്കാൻ പറ്റില്ല, കടയിൽ സ്ഥലമില്ല, ഒന്നില്ലെങ്കിൽ ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പൈസ ഞാൻ തരാം, വീടിന്റെ പരിപ്പുറത്തുകൊണ്ട് ഇറക്കാം, വണ്ടി ലോഡിങ് ആരെ കൊണ്ട് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. പുള്ളി പക്ഷെ മറ്റു കടകളിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാധനം ഇറക്കിക്കോ, 1 മാസം കഴിഞ്ഞിട്ട് പൈസ. ഞാൻ ചേട്ടനോട് ഞാൻ പൈസ ചോദിച്ചില്ല, സാധനം ഇറക്കി കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി ഇവള് പറഞ്ഞു, അത് ഒത്തിരി ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടിങ് വന്നു. അതെ അല്ലേ? അത് എങ്ങനെ സാധിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു ഭാര്യയുടെ ഭാഗത്തുനിന്ന് വലിയൊരു അബദ്ധം വന്നു? അല്ല, അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ എല്ലാവരും മുമ്പിലിട്ട് ചീത്ത പറയും. കാരണം ഇതിന് പോരുമ്പോൾ വരെ റിക്സിനോട് പറഞ്ഞു, എനിക്ക് ആകെ ടെൻഷൻ, അവിടെ വെച്ച് എന്നെ ചീത്ത പറയുമെന്ന്. പക്ഷേ ഈ ഒരു കാര്യം വന്നപ്പോൾ തമ്പുരാന്റെ കൃപയായിരിക്കും എന്തോ അങ്ങനെ പെരുമാറാൻ. കാരണം പ്രാക്ടിക്കലായിട്ട് ഞാൻ അവിടെ ചെന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോലുള്ള ആ സമയത്ത് അങ്ങനെ ഒരു കാര്യം വന്നു. അതായത് ആളുടെ അവസ്ഥ വളരെ ശോചനീയമാണെന്ന് നമുക്ക് മനസ്സിലായി. തകർന്നു പോയിരിക്കും. അതായത് ആൾ അത്രയ്ക്ക് തളർന്നിരിക്കണം. അപ്പൊ നമുക്ക് തോന്നി മറ്റത് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കുറ്റം പറഞ്ഞ് ഒന്ന് പേടിപ്പിച്ചൊക്കെ നിർത്താം. ഇതിപ്പോ അതുപോലും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ കൂടി പറഞ്ഞാൽ ചിലപ്പോൾ ആളില്ലാണ്ടായി പോകും അല്ലെ? അത് നമ്മൾ മനസ്സിലാക്കി അല്ലെ? അതായിരിക്കും ഒരു പക്ഷേ കൂടുതൽ ധൈര്യം തന്നത് അല്ലേ? ഓക്കെ, കൊള്ളാം, ഗുഡ് ഗുഡ് ഗുഡ്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു വന്ന അബദ്ധം അല്ലെങ്കിൽ കുറവ് അതൊക്കെ ഒന്ന് തുറന്നു പറയാനായിട്ട്? കുറവുകൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ 1-2 കുറവുകൾ എന്ന് പറയുന്ന, ഒന്ന്, ഞാൻ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരാളാണ്. എടുക്കാൻ കുറച്ച് ടൈം എടുക്കും, അല്ലെങ്കിൽ ആലോചിച്ച് ചിന്തിച്ച്. പക്ഷെ ഇവള് പെട്ടെന്ന് എടുക്കും. അപ്പോ അങ്ങനെയുള്ള പല സന്ദർഭങ്ങളും ജീവിതത്തിലുണ്ട്. ഫാമിലിയിലെ കുടുംബ ആവശ്യങ്ങളിലായിരിക്കാം, മിനിസ്ട്രിയിലായിരിക്കാം, പല കാര്യങ്ങളും കുട്ടികളുടെ. അപ്പൊ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നുള്ളത് ഇവക്കറിയാം. ഇവളോട് ഞങ്ങൾ പങ്കുവച്ചിട്ടുള്ള കാര്യം. അപ്പൊ പല കാര്യങ്ങളും അവളോട് ആവശ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അവൾക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. അല്ല, അത് അവൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് ഇത് എടുക്കാൻ പറ്റാത്തൊരു കാര്യം. അപ്പൊ അവളത് ഒത്തിരി അവൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ബാലൻസ് ചെയ്യും. എന്നാലും ഒരു തീരുമാനം എടുക്കേണ്ടത് പുരുഷനല്ലേ? അങ്ങനെ അത്ര ഒരു കോംപ്ലക്സ് എനിക്കില്ല.
ഉണ്ടായിരുന്നില്ല ഭാഗ്യം. പരസ്പരം നമുക്ക് എനിക്കില്ലാത്തത് ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ പണ്ടേ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ദമ്പതി വ്യാനങ്ങളൊക്കെ കൂടിയപ്പം ഈ സത്യത്തിൽ കുറവുകൾ പറയുമ്പോഴാണ് ഭാര്യ ഭർത്തൃ ബന്ധം വളരുന്നതെന്ന് പൊട്ടനാനി അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വാവ്, അത് കൊള്ളാം. അതായത് ഈ കുറവുകൾ പരസ്പരം പറയുമ്പോഴാണ് ശരിക്കും നമ്മൾ വളരണത്. കുടുംബജീവിതത്തിൽ പലരും ചെയ്യാത്തതും സംഭവിക്കാത്തൊരു കാര്യമാണ്. വേറെ ആരോടെങ്കിലും പറയുന്ന പോലല്ല, പങ്കാളിയോട് പറഞ്ഞാലേ അതിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ആ ബന്ധം വളരത്തുള്ളൂ, അവിടെ കൃപ കിട്ടും നമുക്ക്. അത് അങ്ങനെ ഒരു 100% എല്ലാ സാഹചര്യങ്ങളിലും പറ്റിയിട്ടില്ലെങ്കിലും അറിവ് നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അല്ല, ഈ പറഞ്ഞ കാര്യം ശരിയാണോ? തീർച്ചയായിട്ടും വേഗത്തിൽ തീരുമാനം എടുക്കുന്നത് താങ്കളാണ് അല്ലേ? ഭർത്താവ് തീരുമാനം എടുക്കുന്നതിൽ അല്പം പുറകോട്ടാന്ന് നമുക്ക് തോന്നിയില്ലോ. അപ്പൊ നമുക്ക് തോന്നിയില്ലേ ഇതെന്ത് ഭർത്താവാന്ന്? ഇല്ല, അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആദ്യ കാലങ്ങളിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കും, കുറച്ചൊരു ഞാൻ ആലോചിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ചില കാര്യത്തിൽ അങ്ങനെ ആലോചിച്ച് തീരുമാനം എടുത്താൽ മതിയാവും. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് സഡനായിട്ട് തീരുമാനിക്കണം. ചിലപ്പോൾ മക്കൾ ഓടി വന്നിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചൊക്കെ വരുമ്പോൾ അപ്പൊ പെട്ടെന്ന് അങ്ങ്. അപ്പൊ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ അനിയെ കുറിച്ച്? ഇയാൾ ഒരു ട്യൂബ് ലൈറ്റ്, ഇല്ല പണ്ടത്തെ ട്യൂബ് ലൈറ്റ്, ഇപ്പോഴത്തെ അല്ല പണ്ടത്തെ. അപ്പോ പല കാര്യങ്ങളും ഞാൻ അങ്ങനെ ലോസ് വരാത്ത രീതിയിലും സമയം പോവാത്ത രീതിയിലും സാമ്പത്തിക നഷ്ടം വരാത്ത രീതിയിലും ഒത്തിരി പഠിച്ചും ചിന്തിച്ചും ഒത്തിരി ആലോചിച്ചാൽ ഞാൻ പല കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. ചില നന്മകളുണ്ടെന്ന് ആള് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു കുറവ് അതിനകത്ത് അതിൻ്റെതായ ഒരു കാര്യമുണ്ട് അല്ലേ? അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ കാലത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്നേഹം ഉണ്ടെന്നുള്ളത് 100%. ഇനി വേറെ ആരെ സ്നേഹിക്കാൻ പോകുന്നില്ല, ഇത് ദൈവം 100% നമുക്ക് ഉറപ്പാണ്. പക്ഷേ എൻ്റെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ അവരൊന്നും ഈ ഭയങ്കരമായിട്ട് സ്നേഹം, അവർക്കെല്ലാം അവര് പങ്കാളിയോട് സ്നേഹിച്ചു ജീവിച്ചു, ഇന്നും ജീവിക്കുന്നു, കടന്നു പോയവരുണ്ട്. അപ്പൊ പക്ഷെ അവരൊന്നും ഇങ്ങനെ പുറമെ അത്ര എക്സ്പോസ് ചെയ്യുന്നൊന്നും കണ്ടല്ല നമ്മൾ ഓർന്നത്. പക്ഷെ ചില ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവരിങ്ങനെ തൊട്ടും പിടിച്ചും പുന്നാര വർത്താനങ്ങൾ പറഞ്ഞും പഞ്ചാര വർത്താനങ്ങൾ പറഞ്ഞൊക്കെ അത് നമുക്ക് ചിലപ്പോൾ സന്തോഷം തോന്നും, കൊതിയും വരും. പക്ഷെ നമുക്കത് അങ്ങനെ അതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, അത് ഞങ്ങൾ ആദ്യമേ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, ഇത് നമ്മളിൽ അത് പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ളവരെക്കാൾ നമ്മൾ കുറെ കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പിള്ളേരോട് ഞാനത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യും. പക്ഷെ പങ്കാളിയോട് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് അത്രയും വരത്തില്ല. പക്ഷെ അത് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതിന് പകരം എനിക്ക് ചെയ്യാവുന്ന മറ്റെല്ലാ സ്നേഹപ്രവൃത്തികളും സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, പരിശ്രമിക്കുന്നുണ്ട്. അല്ലെ, ആ ഒരു കുറവ്. അപ്പൊ ശരിക്കും അനിയുടെ കുറവുകളൊക്കെ എല്ലാം ഇപ്പോൾ ഈ മഞ്ജുവിന് അറിയാമോ? അത്യാവശ്യം. അല്ല, ഇനി ഞാനായിട്ട് മറച്ചു വെച്ചിട്ടില്ല, കണ്ടെത്താത്തതോ നമ്മൾ കണ്ടെത്താത്ത കുറവല്ലേ അല്ലേ? നമ്മളൊന്നും ബോധപൂർവ്വം മറച്ചിട്ടില്ല. ബോധപൂർവ്വം ഒന്നും മറച്ചിട്ടില്ല. മഞ്ജു ഇതാണ് ഞാൻ എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റുണ്ട്. അങ്ങനെ ഉണ്ട്, തീർച്ചയായിട്ടും. എന്റെ അനി ഈ ചങ്കൂറ്റ് എങ്ങനെ കിട്ടി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൃപ. ഇതിനകത്ത് ഈ മഞ്ജുവിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? തീർച്ചയായിട്ടും. മഞ്ജു അതെല്ലാം മനസ്സിലാക്കി, അത് സ്വീകരിച്ചു. അത് എന്റെ കുറവ് ഞാൻ ഒരെണ്ണം പറഞ്ഞു നോക്കി. അപ്പൊ ആള് വലിയ കുഴപ്പമില്ല, വലിയ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അതിന്റെ പേരിൽ എന്നോട് മോശം ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുറവുകളും പറഞ്ഞിട്ടല്ല മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ പരാതി പരിഭവങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. പരാതികൾ, അവളുടെ പരാതികളൊക്കെ കുറവുകളാണ് പല. അങ്ങനെ പല സന്ദർഭങ്ങളിലൂടെ പരസ്പരം ചെറിയ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, അടിസ്ഥാനപരമായിട്ട് ആളെന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു ഫീല് കിട്ടിയല്ലേ? തീർച്ചയായിട്ടും. എന്നോട് സ്നേഹത്തിന് കുറവില്ലെന്ന് മനസ്സിലായിട്ടുണ്ട്. തർക്കങ്ങളും അതൊക്കെ ഉണ്ടാകുമ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടല്ലേ? അതെങ്ങനെ സാധിക്കുന്നത്? ഭർത്താവിന്റെ കുറവുകൾ അറിയുമ്പോഴേ മഞ്ജു അതെങ്ങനെ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ കാണിച്ചിട്ട് പറഞ്ഞ ഒന്ന് ദൈവകൃപ, പിന്നെ എനിക്കും ഒരുപാട് കുറവുകളുണ്ടച്ചാ. എന്റെ കുറവുകളെ കുറിച്ച് എനിക്കറിയാം. പിന്നെ എന്നെ കുറ്റപ്പെടുത്തതില്ല, എന്റെ കുറവുകളെ പറഞ്ഞ് എന്നെ കുത്തി മുറിവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മുൻവിധിയോടെ അല്ല പെരുമാറുന്നത്. അല്ല. അപ്പം എനിക്ക് എന്റെ ഏതവസ്ഥയും എനിക്ക് തുറന്നു പറയാം. അതിനുള്ള ഫ്രീഡം അയാൾ തരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത് വെച്ചിട്ട് എന്നെ കുത്തുവോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പൊ അഞ്ചേട്ടൻ പറഞ്ഞില്ലേ, ഞാൻ താമസിച്ചാണ് ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ചൂടാകുന്ന കാര്യത്തിലും അഞ്ചേട്ടൻ അങ്ങനെ പെട്ടെന്ന് ചൂടാകുന്ന ഒരാളല്ല. ഞാൻ ഈ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് ചൂടാവും. അപ്പൊ നിങ്ങൾ ബാലൻസ് ചെയ്ത് പൊക്കോളല്ലോ, അതുകൊണ്ട് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമില്ല. ആ ഒരു കാര്യത്തിലല്ല, അത് പറയും ഇടയ്ക്ക് ഇങ്ങനെ ചൂടാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞപ്പോ എന്തിനാ ഇങ്ങനെ സംസാരിച്ച്. അതിനപ്പുറത്തേക്ക് നമ്മുടെ മറ്റു കുറവുകളെ കുത്തി ഒരിക്കലും. ഓക്കെ, ഗുഡ്, കൊള്ളാം. ഏതായാലും ശരി, ഒരു കുറവ് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എങ്ങനെയാണ് റീസേട്ടാ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കുറവുകൾ അങ്ങനെ പറയാനുള്ള ഒരു ഫ്രീഡം
അല്ലേ? ശരിക്കും വിവാഹ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിലൊക്കെ അത് അങ്ങനെ തുറന്നു പറയാനായിട്ട് അല്പം നമ്മൾ കുറച്ച് മറയൊക്കെ വെച്ചിട്ടുണ്ട്, ഉണ്ടായിരുന്നു. ഒത്തിരി മടി തന്നെയായിരുന്നു. അത് തർക്കമില്ലാത്തൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മളെന്തോ സംഭവം എഴുതിയാണല്ലോ ചെല്ലുന്നത്. അറിയില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോ കല്യാണത്തിന് മുൻപ് വേറെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയോട്. അപ്പൊ നമ്മള് പെട്ടെന്ന് അങ്ങോട്ട് തുറന്നു പറയാൻ പറ്റില്ലല്ലോ. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മളത് പറഞ്ഞു. ഓക്കെ, അതായിട്ട് പൊരുത്തപ്പെട്ടു. അപ്പൊ കുറെ നാളൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ വേറൊരു കേസ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പതുക്കെ അത് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങള് ഓവർഡോസ് കൊടുക്കാതെ ഓക്കെ, അതായത് വലിയ വിഷമുള്ള ജാതി അല്ലാന്ന് മനസ്സിലാക്കി വരാനത്തിന് സമയം എടുത്തത് കൊണ്ട് അങ്ങനെ ഇപ്പോ ആയി കഴിഞ്ഞപ്പോ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് നമ്മളെ പച്ചയായ മനുഷ്യനായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും അല്ലേ? അറിയാം. അതായത് എന്റെ കുറവുകളെ ഏറ്റവും കൂടുതൽ ശരിക്കും അറിയാവുന്നത് അവൾക്ക് തന്നെയാണ്, പങ്കാളിക്കാണ്. ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. നമ്മളിപ്പോ അവളുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണ്. എന്ത് കാര്യം വേണമെങ്കിലും ഇപ്പൊ അവരൊക്കെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പറ്റിയാണ് എന്ത് അമളിയാണെങ്കിലും എന്ത് നഷ്ടങ്ങളാണെങ്കിലും എന്ത് മടത്തരങ്ങളാണെങ്കിലും നമുക്കത് പറയാം. ഇപ്പൊ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായ വീട്ടിൽ പറയും, ചേട്ടൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയും. ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഭയങ്കര ഈഗോ ആയിരുന്നു. ഞാൻ അത് തർക്കിച്ച് സമ്മതിക്കില്ല. ഇപ്പോ അവള് പറയുമ്പോ അത് ശരിയാണെന്ന് നമുക്കത് മിണ്ടാതിരിക്കുന്ന ആൾ കറക്റ്റാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണ്, എന്റെ ഭാഗത്തൊരു തെറ്റാണ് എന്നത്. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതെങ്ങനെ സാധിക്കുന്നത്? ആളിങ്ങനെ കുറവുകളൊക്കെ പുള്ളി കുറവുകൾ പറയുമ്പോ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും കുറവുകളുണ്ട്, എനിക്കും കുറവുകളുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളോടെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ദേഷ്യം വന്ന ആളാ ഞാൻ. അതുപോലെ സഡൻ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുമാണ്. പക്ഷെ പുള്ളി കട്ടിക്കിടിച്ചാൽ അനങ്ങി കൊടുക്കൂല. ആര് എന്ത് പറഞ്ഞാലും എവിടെ കിടന്ന് പറഞ്ഞാലും പുള്ളീനെ കുത്തി പറഞ്ഞാലും മിണ്ടി കൊടുക്കൂല അന്നേരം. അത് കഴിഞ്ഞിട്ട് പുള്ളി സംസാരിക്കാനുള്ള സമയം. ഇപ്പൊ കുടുംബയോഗങ്ങളിലായാലും ഒരുപാട് പേര് ഒച്ചപ്പാടും ലഹളയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ഇരിക്കും. ഇനി ഇങ്ങനെ തന്നെയാണ് പറയണെങ്കിലും മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞ് എല്ലാവരും ശാന്തമായി കഴിയുമ്പോൾ പുള്ളി എഴുന്നേറ്റ് നിന്നിട്ട് കാര്യം പറയും. അതെനിക്ക് ശരിക്കും പറഞ്ഞൊരു പാഠപുസ്തകം കൂടിയായിരുന്നു. അത് കാരണം എന്റെയും പതുക്കെ ഇപ്പൊ ഞാനും ചാട്ടൊക്കെ കുറച്ചുകൂടി. കുറവുകൾ കാണുമ്പോൾ നമ്മളത് കേൾക്കണം. അതുപോലെ പുള്ളിക്ക് ഈ തലയിൽ മുടിയില്ലാത്തൊരു വലിയ പ്രശ്നമായിട്ട് പുള്ളിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളി അപ്പൊ എപ്പോഴും എന്നോട് പറയും മുടി ഇച്ചിരി വേണം. കാരണം ഈ ഷോർട്ട് ഫിലിമും നാടകമൊക്കെ ചെയ്യണായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടനത് അറിയാൻ കൊള്ളാഞ്ഞിട്ടാണ്. ഈ പെട്ടത്തല കണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അതുകൊണ്ട് അതിനെ പറ്റി ചിന്തിക്കണ്ട. കുറച്ചും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പക്ഷെ ചേട്ടന്റെ ഹൈലൈറ്റ് അതാണ്. ചേട്ടൻ അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെ കുറവുകളെ പറയുമ്പോ നമ്മളത് കൂടെ നിർത്തി അയാളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ പുള്ളിക്ക് ഇപ്പൊ എന്നെക്കാൾ ഇച്ചിരി വിദ്യാഭ്യാസം കുറവാന്നുള്ളൊരു തോന്നൽ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് വരും. അപ്പൊ ഞാൻ പറയും അതിന് സദസ്സിൽ അവിടെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചേട്ടൻ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസമാണെന്ന് ആരും പറയില്ല. എന്നെക്കാൾ കൂടുതലായിട്ട് നന്നായി സംസാരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കുറവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും ഞങ്ങൾക്ക് അങ്ങനെ കുറവുകൾ ഉണ്ടാവുമ്പോൾ ഒരാൾ തുറന്നു പറയുമ്പോ അയാളെ എങ്ങനെ ബലപ്പെടുത്താം അല്ലെ? ആ കുറവുകൾ അതിജീവിക്കാനായിട്ട് അയാളെ എങ്ങനെ സഹായിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണല്ലേ? അപ്പൊ ശരിക്കും ഷൈനിയോട് ചോദിക്കട്ടെ, ഷൈനി ഒരു പച്ചയായ ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോ വർഗീസ് ചേട്ടന് ശരിക്കും അറിയാമോ? അറിയാം, ശരിക്കും അറിയാം. നമ്മളല്ലേ എന്നിൽ നിന്നൊന്നും മറച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പൊ എന്നിൽ നിന്നല്ല, എന്നെ ആളിൽ നിന്ന് മറച്ചിട്ടുണ്ടോന്ന്. എന്നെ അതായത് ഷൈനി എന്തെങ്കിലും ഭർത്താവിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനും മറച്ചു വെച്ചിട്ടില്ല. തുറന്ന് പങ്കുവെക്കാൻ പറ്റും അല്ലേ? തുറന്ന് പങ്കുവെക്കുമ്പോൾ ആൾ ശാന്തമായിട്ട് കേൾക്കും അല്ലേ? ഇത് വളരെ നല്ലൊരു കാര്യമാണല്ലേ. ഇങ്ങനെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ കുറവുകൾ പറയാൻ പറ്റിയ നമ്മൾ ഫ്രീ ആയി. ശരിയല്ലേ? കുറവുകൾ പറയാൻ പറ്റിയ, പക്ഷെ കുറവുകൾ പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്പേസ് ഉണ്ടാവണം അല്ലേ? ശരിക്കും നല്ലൊരു വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർക്ക് സ്വന്തം പങ്കാളിയുടെ അടുത്ത് കുറവുകൾ പറയാൻ പറ്റുന്ന ഒരു ഫ്രീഡം, സ്പേസ് അത് കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വിവാഹ ബന്ധം. പക്ഷെ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യണം അല്ലേ? മുൻവിധി ഇല്ലാതെ സമീപിക്കാൻ പറ്റണം, വിധിക്കാതിരിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കുറവ്, ഇപ്പോൾ സംസാരിക്കാനായിട്ട് പബ്ലിക്കലി സ്പീക്കിംഗ് അല്പം വീക്കാണെന്ന് പറഞ്ഞു നേരത്തെ അപ്രമേട്ടൻ, അത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് അതെന്ന് പറഞ്ഞത്. പക്ഷെ ഇതെവിടെയെങ്കിലും വെച്ച് ഭാര്യ അത് ഉപയോഗിച്ച് ആളെ ഒന്ന് താഴ്ത്തി കെട്ടിയാലോ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ അപ്രമേട്ടൻ ഒന്ന് ഭയപ്പെടും. കാരണം ഈ വിവാഹം എന്ന് പറഞ്ഞാൽ വളരെ വൾണറബിളായ ആൾക്കാർ പങ്കുവെക്കുന്ന ഇടമാണ് അല്ലെ? സ്വന്തം ബലഹീനതകൾ തുറന്നു വയ്ക്കണം. ആ ബലഹീനതയെ കുത്തിയിട്ട് പിന്നെ ആൾ ജയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓപ്പൺനെസ് പോയി അല്ലേ? ശരിക്കും നിങ്ങളുടെ വിവാഹ ജീവിതം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ അതിജീവിച്ച് കുറവുകൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വളർന്നിരിക്കുന്നു. കൊള്ളാം, ഗുഡ്. പ്രിയമുള്ള പ്രേക്ഷകരെ, വിവാഹ ജീവിതത്തിൻ്റെ വലിയൊരു മേഖലയാണ്
പരസ്പരം കുറവുകൾ പറയാൻ പറ്റുക. നന്മകൾ നമ്മൾ പറയുന്നത് ഓക്കെ ഗുഡ്, പക്ഷെ ഒരു മറയില്ലാത്ത വിധത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ്, എനിക്ക് ഇന്ന കുറവുണ്ട്, എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ പലതുണ്ട്, ഒരുപക്ഷെ നീ കാണുന്ന പോലെ ഞാൻ അത്ര ഹാപ്പി അല്ല എന്നൊക്കെ ഒന്ന് തുറന്നു പറയാൻ, പാർട്ട്ണറുടെ അടുത്ത് തുറന്നു പറയാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം, അതാണ് വിവാഹത്തിൽ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. അതിന് പരസ്പരം വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വിധിക്കാതെ ആളെ കേൾക്കാൻ പറ്റണം, കുറവിൽ കൂടെ നിൽക്കാൻ പറ്റണം, ആളെ ഒന്ന് ബലപ്പെടുത്താനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഈ വിവാഹ ജീവിതത്തിൽ കുറവുകളെ തുറന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിധത്തിൽ വളരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ആശംസിക്കുകയാണ്. ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ. ചപ്പാത്തി ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇത് ചെയ്യണ പൊളച്ച് വരാനായിട്ട് അവിടെ വെച്ച് ശീലിച്ചു. ഹിന്ദിക്കാരുണ്ടായിരുന്നു, അവരോടൊപ്പം നമ്മളും ചെയ്യണ സമയത്ത് അങ്ങനെ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവും. അതെ അതെ അതെ, അത് സ്വാഭാവികമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് ഞങ്ങളൊക്കെ ചെയ്യണത് ഇങ്ങനെയാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോ പുള്ളിക്കാരത്തി അത് നന്നായിട്ടുണ്ട്. ഇപ്പൊ അതായത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് ശരിയാവുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് അടുക്കളയിൽ കയറേണ്ടി വന്നു. അടുക്കളയിൽ കയറി നമ്മള് ആ ജോലികളൊക്കെ പതുക്കെ ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ എല്ലാവരും പട്ടിണിയാവും. അതെ അതെ. അപ്പൊ അത് ആ പണികൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എത്രമാത്രം ബുദ്ധിമുട്ട് ആ പണിയിൽ ഉണ്ടെന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ കൂടെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. അന്ന് തുടങ്ങി ഇന്ന് രാവിലെ വരെ ഞാൻ എപ്പോഴും കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് ചെലവ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് അങ്ങനെ ഒരു സഹാനുഭൂതി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മൾ അനുഭവിക്കുന്ന വേദന ചിലപ്പോൾ ആള് വന്ന സാഹചര്യം കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റാണ്ടായിരിക്കും. ഇപ്പോൾ നേരത്തെ അപ്രയം ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ 9 മക്കളായിരുന്നുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ല. ശരിയാ. പക്ഷെ ഞാൻ ഈ വേദന അനുഭവിക്കുന്നത് ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ അത് മനസ്സിലാക്കാം. കൂടുതൽ മക്കൾ വേണം, വേദന ഇവള് സഹിക്കണം. മനസ്സുകൊണ്ട് വേദന എത്രമാത്രം ഞാൻ സഹിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ ആ ഒരു പരാതി, എനിക്ക് ആ വേദന, ഇവള് വേദന സഹിക്കുന്നത് കണ്ടപ്പോ ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റാൻ അത് എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തു.